നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ് വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 13, മലയാള മാസം ചിങ്ങം 28, കൊല്ലവർഷം 1201 ആണ്ട്. ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ. അശ്വതി. ജോലിയിൽ പുരോഗതി, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അമിത സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ദുർഗാദേവിയെ ആരാധിക്കുക. ഭരണി. ധനകാര്യത്തിൽ നേട്ടമുണ്ടാകും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കാർത്തിക. തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ വളർച്ചയുണ്ടാകും. യാത്രയിൽ ജാഗ്രത വേണം. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. രോഹിണി. സാമ്പത്തിക നേട്ടമുണ്ടാകും. കുടുംബജീവിതം സന്തോഷകരമാവും. അമിത ചിലവ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശ്രീകൃഷ്ണ പൂജ നടത്തുക. മകയിരം. പഠനത്തിലും കരിയറിലും നേട്ടങ്ങളുണ്ടാകും. മാനസിക ക്ഷീണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ഗായത്രി മന്ത്രം ജപിക്കുക. തിരുവാതിര. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശിവനാമം ജപിക്കുക. പൂയം. കുടുംബ സൗഹൃദം, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്നു. കടബാധ്യതയിൽ മുൻകരുതൽ വേണം. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക. ആയില്യം. ആത്മീയ പുരോഗതി ഉണ്ടാകും. മനസ്സിന് സമാധാനം ലഭിക്കും. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാം. പരിഹാരത്തിനായി നാഗദേവരെ പൂജിക്കുക. മകം. ജോലിയിൽ അംഗീകാരം ലഭിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഇടപാടുകളിൽ സൂക്ഷിക്കുക. പരിഹാരത്തിനായി സൂര്യനമസ്കാരം ചെയ്യുക. പൂരം. വിദ്യാഭ്യാസ കലാരംഗത്ത് നേട്ടമുണ്ടാകും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വരാം. പരിഹാരത്തിനായി ദേവി ആരാധന നടത്തുക. ഉത്രം. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക നേട്ടം ലഭിക്കും. ചിലവിൽ നിയന്ത്രണം വേണം. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അത്തം. സൃഷ്ടിപരമായ കഴിവുകൾ അംഗീകരിക്കും. സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശ്രീകൃഷ്ണനാമം ജപിക്കുക. ചോതി. ആത്മവിശ്വാസം ഉയരും. ലക്ഷ്യങ്ങൾ പൂർത്തിയാകും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും വരാം. പരിഹാരത്തിനായി ദുർഗാ സ്തോത്രം ചൊല്ലുക. വിശാഖം. ധനകാര്യ നേട്ടമുണ്ടാകും. തൊഴിൽ വളർച്ചയുണ്ടാകും. അനാവശ്യ ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ഗുരുവിനെ ആരാധിക്കുക. അനിഴം. വ്യാപാരത്തിൽ ലാഭം ഉണ്ടാകും. സുഹൃത്തുക്കളുമായി സംഘർഷം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമി പൂജ ചെയ്യുക. മൂലം. ആത്മവിശ്വാസം ഉയരും. ആത്മീയ പുരോഗതി ഉണ്ടാകും. ആരോഗ്യം ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി വിഷ്ണു പൂജ നടത്തുക. ഉത്രാടം. വിദേശയാത്ര അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും വരാം. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുക. അവിട്ടം. പുതിയ ബന്ധങ്ങൾ നല്ലതിനാണ്. അവസരങ്ങൾ ലഭിക്കും. യാത്രയിൽ ജാഗ്രത വേണം. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ ചൊല്ലുക. ചതയം. ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ ഗുണകരമായ പുരോഗതി ഉണ്ടാകും. ചിലവിൽ നിയന്ത്രണം വേണം. പരിഹാരത്തിനായി ശനി ദേവനെ ആരാധിക്കുക. പൂരുരുട്ടാതി. ആത്മവിശ്വാസം ഉയരും. ലക്ഷ്യങ്ങൾ പൂർത്തിയാകും. സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക. ഉത്രട്ടാതി. കുടുംബ സന്തോഷമുണ്ടാകും. മനസ്സിൽ സമാധാനം ലഭിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരത്തിനായി ഗുരുവിനെ ആരാധിക്കുക. രേവതി. സാമ്പത്തിക നേട്ടമുണ്ടാകും. മനസ്സിന് സമാധാനം ലഭിക്കും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ഗണപതി ഹോമം നടത്തുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ജനന സമയവും കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ശുഭദിനം.